ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഇവിടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ അടപ്പത്തിട്ടിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചട്നിക്കുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലൊന്നും കാണിക്കണില്ല. ഞാൻ ഇതിനൊക്കെ മുമ്പ് ഇതൊക്കെ റെസിപ്പിയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ പിന്നെ ഇനിയും അത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതേ ചട്നി ഇങ്ങനെ മിക്സിയിലിട്ടാണ് അരക്കണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിന് കടുക് താളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കടുകൊക്കെ താളിച്ച് അതിലേക്ക് ചട്നി ഇട്ട് അത് ഇളക്കിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചട്നി റെഡിയാക്കണത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതേ നമ്മുടെ ചട്നിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് ദോശ ചൂടണം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ നമ്മൾ ചൂടോടുകൂടി ആ സമയത്താണ് കേട്ടോ ചുട്ടെടുക്കണത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് ചുടണതനുസരിച്ച് ഓരോന്നായിട്ട് പിള്ളേർക്ക് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നല്ല മുരിഞ്ഞ ദോശ ചൂടോടുകൂടി കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതേ ദോശയൊക്കെ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ദോശയും ചട്നിയും ഇങ്ങനെ പിള്ളേർക്ക് കൊടുത്ത് അങ്ങനെ ഞാനും അങ്ങനെ കഴിക്കണേണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ വീട് ക്ലീൻ ചെയ്യണ ആൾ വരും കേട്ടോ, മാർത്ത. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മാർത്തേനെ. അപ്പോൾ മാർത്ത വന്നിട്ടുണ്ട്, പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മാർത്ത വന്ന ദിവസമാണ് നമ്മൾ പിന്നെ മാർത്തയുടെ കൂടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ മാർത്ത പോയതിന് ശേഷമാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആകെ ഒരു തിക്കും തിരക്കും ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാർത്ത വന്ന സമയത്ത് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ മാർത്തക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ മാർത്ത അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ. ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ നാട്ടിലെയും ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നാണ് കഴിക്കണേ. അത് കഴിഞ്ഞ് അതേ ഇപ്പോൾ മാർത്ത പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അധികം നേരമൊന്നും അവർ ഇങ്ങനെ പണിയൊന്നും ചെയ്യൂല കേട്ടോ. കൂടിയ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അതിനുള്ളിൽ അവർ ഒരുപാട് പണികളൊക്കെ തീർക്കുവേ. എല്ലാ പണികളും ആ സമയത്തിനുള്ളിൽ അവർ തീർത്ത് അവരിതേ പോവുകയാണ്. അപ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്ന് കഴിക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതേ ഇന്നത്തെ ദിവസം പിന്നെ ബെഡ്ഷീറ്റുകൾ മാറ്റൽ, പിന്നെ കർട്ടൻ നേരെ ഇടൽ, അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് മാർത്ത പോയി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ ഇത് കണ്ട വെളിച്ചെണ്ണ, ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഇത് ഉമ്മിച്ച് വീട്ടിൽ കൊപ്ര അടി ഉണ്ടാക്കിയതാണ്, അത് തന്നതാണ്. അപ്പം ഞാൻ കാണിച്ചതാണ് നിങ്ങളെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ലഞ്ചിന് ഇന്നിപ്പോൾ കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ ക്യാബേജ് തോരൻ, മീൻ വറുത്തത്, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്ന് ഫുള്ള് വെജിറ്റബിൾ കറിയും പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞാൻ ഫിഷ് ഇങ്ങനെ മസാലയൊക്കെ പുരട്ടണുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ അധികം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ആദ്യം തന്നെ കറികളൊക്കെ ഉണ്ടാക്കണതിന് മുമ്പ് ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മസാലയൊക്കെ തേച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ നേരം ഇരിക്കാനുള്ളൊരു ടൈം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അതൊക്കെ ചെയ്ത് വെക്കണത്. അങ്ങനെ ഞാൻ മീനൊക്കെ ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ മീനായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് കഷ്ണമാക്കി എടുത്താണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ മസാല തേച്ച് വെച്ചു. അപ്പോൾ ചെമ്മീൻ ചിലപ്പോൾ ഞാൻ ഇന്ന് എടുക്കൂല കേട്ടോ. മസാല ഞാൻ നേരത്തെ തേച്ച് വെച്ചാണ്. എല്ലാം കൂടി കഴിക്കാനായിട്ട് ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇന്നിപ്പോൾ എടുക്കൂല. അപ്പോൾ അതേ കുമ്പളങ്ങയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിൽ ഇടയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് തൈര് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താണ്ടോ അരക്കണത്. വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചാണ് അരക്കണത്. അപ്പോൾ വേഗം പണിയും കഴിയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ക്യാബേജ് അരിയാനായിട്ട് ഈ ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഉണ്ടോ ഞാൻ പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് അതിങ്ങനെ ചോപ്പറിൽ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കുമ്പളങ്ങയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു ചട്ടിക്കലത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. തിളപ്പിക്കണമൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് ചെറിയൊരു ഉപ്പുറവുണ്ടായി, അതാട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് ഉലുവയും കടുകും പിന്നെ വറ്റൽമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ട് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
അങ്ങനെ അതെല്ലാം മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മോരുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത്. ഇപ്പോൾ എല്ലാ വീഡിയോയിലും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ബോറാവുമല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ ഇതിലങ്ങനെ എടുത്തെടുത്ത് പറയാത്തത്. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ക്യാബേജ് തോരൻ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും ക്യാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരൊക്കെ ഈ തോരൻ വെച്ചാൽ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും ഈ തോരൻ തന്നെ വയ്ക്കണത്. അപ്പോൾ അതേ നമ്മൾ ചോപ്പറിൽ അരിഞ്ഞെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാം അതിൽ തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട്, ഉള്ളിയും പച്ചമുളകും എല്ലാം. അപ്പോൾ അതേ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ അതേ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, അധികം നേരത്തെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനിവിടെ റെഡിയായി. അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം വറുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീനും അതിലേക്ക് തന്നെ ഞാനിങ്ങനെ വറുക്കുക കേട്ടോ. അപ്പോൾ മീനൊക്കെ കുറേ നേരം ഇങ്ങനെ മസാല വെച്ച് വെച്ച കാരണം അതിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തപ്പോൾ. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ മീനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇന്നത്തെ ലഞ്ച് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ കറികളും ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറ് റെഡിയായി, കുമ്പളങ്ങ മോരുകറി, ക്യാബേജ് ഒലുത്തിയത്, മീൻ വറുത്തത്, പിന്നെ പപ്പടം, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 3 പേരും കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോരുകറിയും ക്യാബേജും മീൻ വറുത്തതും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം 3 പേരും കൂടി അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഫുഡ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തു പോവാം കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഉമ്മച്ചിയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഉമ്മച്ചിക്ക് കാലിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ട്, മറ്റേ എല്ല് തേയ്മാനത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എളമക്കരയിലാണ് കേട്ടോ. ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്, ആദിവാസ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് ഇപ്പോൾ ഏകദേശം ചെറിയൊരു കുറവൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവർ പറയണ പോലെ നമ്മൾ നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് അവർ പറയണ പോലെ ഇങ്ങനെ പത്യമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിന് ഫലം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് എങ്ങനെ വന്നാലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും റെസ്റ്റ് എടുക്കൽ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഉമ്മച്ചി ഇങ്ങനെ മരുന്നൊക്കെ കാലയിൽ വെച്ച് കെട്ടി. അപ്പോൾ ഈ റൂമിലായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് വയനാടൻ ആദിവാസി ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറും കുറേ പേരുണ്ട്, മെയിനായിട്ടൊരു ഡോക്ടറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അതിനോട് ചേർന്ന് തന്നെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചേട്ടനും ചേച്ചിയും നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ചായയും കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഇന്ന് കട അടച്ചിട്ടില്ല. സാധാരണ ഞങ്ങൾ വരുമ്പോഴത്തേനും കടയൊക്കെ അടച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ കട അടച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ തീരുമാനിച്ചിട്ട് അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ ഇതുമാതിരത്തെ ഒരു ഇടുങ്ങിയ വഴിയിലാണ് കേട്ടോ ഇത് ക്ലിനിക്ക് വരുന്നത്. ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഒക്കെ ഇങ്ങനത്തെ എളമക്കര ഭാഗത്തൊക്കെ ഉള്ളിലേക്ക് പോയാൽ ഫുള്ള് ഇതുമാതിരത്തെ ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കസേരയൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കുകയാണ് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. അപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അധികമൊന്നുമില്ല, ഒക്കെ തീർന്ന്. പിന്നെ കുറച്ച് വടയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഞങ്ങൾ പിന്നെ പാർസൽ വാങ്ങിയിട്ടാണ്. പിന്നെ ചായ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ച്, നല്ല അടിപൊളി ചൂടൻ ചായ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതൊക്കെ ഇരുന്ന് കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. അതിന് ശേഷം വണ്ടി കയറിയതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മൾ വടയൊക്കെ കഴിച്ചത്. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, അത് കാരണം പിന്നെ വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് യാത്ര ചെയ്യാമല്ലോ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും വാപ്പിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ ഇലയട. ഉമ്മച്ചി ഉണ്ടാക്കിയതാണ്, നല്ല ചക്ക വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇരുന്ന് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കയുടെ. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലേ.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.